ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്യൂകാർനെറ്റ്. എഡ്യൂകാർനെറ്റിൻ്റെ SBIയുടെ കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലിറ്റററി അവാർഡ്. ഇന്ത്യയിൽ സാഹിത്യത്തിന് കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത് ജ്ഞാനപീഠ അവാർഡാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടനയിൽ 22 ലാംഗ്വേജുകളെ കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ എക്സാമിനേഷൻ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്, ഏത് ഷെഡ്യൂളിലാണ് ലാംഗ്വേജുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കത് എളുപ്പത്തിൽ നിന്ന് ആൻസറിൽ നിന്ന് തന്നെ എഴുതാൻ സാധിക്കും. അതായത് ലാംഗ്വേജിൻ്റെ സ്പെല്ലിങ് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും, നമുക്ക് ഓൾറെഡി അറിയുകയും ചെയ്യാം. 8 ലെറ്ററാണ് നമ്മളുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ 8ാമത്തെ ഷെഡ്യൂളാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ 22 ലാംഗ്വേജുകളിലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ പ്രോമിനൻ്റായി നിൽക്കുന്ന വ്യക്തികൾക്കാണ് നമ്മൾ ജ്ഞാനപീഠ അവാർഡ് കൊടുക്കുന്നത്. ഇത്തവണത്തെ ജ്ഞാനപീഠം എന്ന് പറയുന്നത് 58ാമത്തെ ജ്ഞാനപീഠ അവാർഡാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ നമ്മളുടെ ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടുന്നത് നമ്മളുടെ മലയാളിയായ ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ആദ്യമായിട്ട് ഈ ജ്ഞാനപീഠ അവാർഡ് കൊടുക്കുന്നത്. ജ്ഞാനപീഠൻ അവാർഡിൻ്റെ മണി എത്രയാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. 11 ലക്ഷം രൂപയാണ് ഈ ജ്ഞാനപീഠ അവാർഡിൻ്റെ സമ്മാനത്തുക എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പം നമുക്ക് ഇത്തവണത്തെ 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. ജ്ഞാനപീഠ അവാർഡ് 2023 ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഗുൽസാറാണ് ഒരു വ്യക്തി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ജദ്ഗുരു രാം ഭദ്രാചാര്യ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇതിലെ ഗുൽസാർ എന്ന് പറയുന്നത് ഉറുദു കവിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, സാൻസ്ക്രിറ്റ് സ്കോളറാണ് നമ്മളുടെ ജദ്ഗുരു രാം ഭദ്രാചാര്യ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് അവാർഡാണ്. നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഇത്തവണത്തെ ബെസ്റ്റ് ടെക്നോളജി ബാങ്ക് ഓഫ് ഇയർ അവാർഡ് കിട്ടി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ്റെ ആനുവൽ മീറ്റിംഗ് ഇത്തവണ നടന്നത് നമ്മളുടെ മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലായ മുംബൈയിലായിരുന്നു. ഈ പ്രോഗ്രാമിനിടയിൽ വെച്ചായിരുന്നു നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ബാങ്ക് എന്ന് പറയുന്ന അവാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് 19th IBA ആനുവൽ ബാങ്കിങ് ടെക്നോളജി കോൺഫറൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ MDയും CEOയും ആരാണ് എന്നുള്ളതാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ MD എന്ന് പറയുന്നത് PR ശശധരിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ അവാർഡ് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്തത് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക്സ് ഓഫ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ ബാങ്കിൻ്റെ ഉപഗവർണറായ ഡെപ്യൂട്ടി ഗവർണറായ T റാബി ശങ്കറാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത് ദാസാണ്. സാധാരണഗതിയിൽ എക്സാമിനേഷൻസിന് ചോദിക്കുന്നൊരു പാറ്റേണാണ്. RBI ഗവർണറുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, ശക്തികാന്ത് ദാസ് ഇന്ത്യയിൽ എത്രാമത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് എന്ന് ചോദിക്കാറുണ്ട്. 25ാമത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഗവർണറാണ് ശക്തികാന്ത് ദാസ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മുടെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനാണ്. ഇത് നിലവിൽ വരുന്നത് 2005 എന്നുള്ള കാര്യം കൂടി ഇതോടുകൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മളുടെ കേരളത്തിലെ തൃശ്ശൂർ പേരൂരാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, സ്പോർട്സ് ഇവൻറ്റ്സിൽ നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവൻ്റാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അതായത് 4 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത്തവണത്തെ ഒളിമ്പിക്സ് 2024 നടക്കുന്നത് നമ്മൾ ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ അതിൻ്റെ ടോർച്ച് ബെയറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ അഭിനവ് ബിന്ദ്രയാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് വേണ്ടി ഇൻഡിവിജ്വലായിട്ട് ആദ്യമായി ഒരു ഗോൾഡ് മെഡൽ സമ്മാനിച്ച വ്യക്തിയാണ് നമ്മളുടെ ഷൂട്ടിംഗ് താരമായ അഭിനവ് ബിന്ദ്ര എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അദ്ദേഹമാണ് ഇത്തവണത്തെ, അതായത് 2024 ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിലെ ടോർച്ച് ബെയറർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളുടെ എക്സാമിനേഷൻസുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഈ ഇവൻറ്റ്സ് പഠിക്കുമ്പോൾ ഇതിനു മുമ്പ് നടന്നത്,
അടുത്തത് നടക്കാൻ പോകുന്നത് സ്ഥലം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇതിനു മുമ്പ് നടന്നത് ടോക്കിയോയിൽ ആയിരുന്നു, അതായത് ജപ്പാൻ്റെ ക്യാപിറ്റലായ ടോക്കിയോ. 2020 ടോക്കിയോ 2020 ഒളിമ്പിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. എങ്കിലും കോവിഡ് കാരണം ഇത് നടന്നത് 2021 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ അടുത്ത നടക്കാൻ പോകുന്നത് 2028 4 വർഷം കൂടുമ്പോഴാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അടുത്ത തവണ നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. 2032 നടക്കാൻ പോകുന്നത് ബ്രിസ്ബെയിനിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെക്സ് റാങ്കിങ് എന്നീ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാ തവണയും നമ്മളുടെ എക്സാമിനേഷൻസിന് കണ്ടുവരുന്ന ഒന്നാണ് പാസ്പോർട്ട് ഇൻഡെക്സിൽ നിന്ന് ചോദിക്കുക എന്നുള്ളത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ഏറ്റവും മികച്ച പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റേതാണ് എന്നുള്ളതാണ് അവർ തിരഞ്ഞെടുക്കാറുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം റാങ്കിങ്ങുകൾ നൽകാറുള്ളത്. ഇതനുസരിച്ച് 194 രാജ്യത്തിലേക്ക് വിസ ഫ്രീ ആയിട്ട് പോകാമെന്നുള്ള പൊസിഷനിലേക്ക് എത്തിയ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാരീസ് ആണ്. ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇമ്മാനുവൽ മാക്രോണിൻ്റെ പ്രത്യേകത ഇത്തവണ ജാനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയിൽ പ്രധാന അതിഥിയായിട്ട് വന്നതും ഇമ്മാനുവൽ മാക്രോൺ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഇൻഡെക്സിൽ ഫസ്റ്റ് പൊസിഷനിൽ ഫ്രാൻസ് ആണ് എന്ന് പറഞ്ഞു. 194 രാജ്യത്തിലേക്കാണ് ഫ്രീ ആക്സസ് ഫ്രാൻസിന് ഉള്ളത്. 194 രാജ്യങ്ങളിലേക്ക് ഫ്രീ ആക്സസ് ഉള്ള മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും സിംഗപ്പൂരും സ്പെയിനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ പ്രധാനമായിട്ടും നമ്മളുടെ എക്സാമുകൾക്ക് ചോദിച്ച് കാണാറുള്ളത് ഇന്ത്യയുടെ പൊസിഷനും ഇന്ത്യക്ക് എത്ര രാജ്യങ്ങളോടെ ഫ്രീ വിസ ആക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഓർക്കുക, ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 85ാമത്തെ റാങ്കിങ് ആണ്. ഇനി ഇന്ത്യക്ക് എത്ര രാജ്യങ്ങളിലേക്കാണ് ഫ്രീ ആക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 62 രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് ഫ്രീ ആക്സസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മളിത് പഠിച്ചു വെക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഓപ്ഷനുകളിൽ ഈ 85ഉം 62ഉം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ അത് പഠിക്കുമ്പോൾ വ്യത്യസ്തമായി എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 85ാമത്തെ റാങ്കിങ്ങും ഇന്ത്യക്ക് 62 രാജ്യങ്ങളിലേക്കാണ് ഫ്രീ ആക്സസ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കവിടെ പ്രധാനമായി നോക്കേണ്ട ഒരു രാജ്യമെന്ന് പറയുന്നത് നമ്മളുടെ മാൽദീവ്സ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ മാൽദീവ്സിനെ എടുത്ത് നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിൽ നമ്മൾ കണ്ടു കാണും, മാൽദീവ്സുമായിട്ട് അത്ര നല്ല ബന്ധമല്ല നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളത്. അതായത് മാൽദീവ്സിൻ്റെ പ്രസിഡൻ്റായിട്ട് മുഹമ്മദ് മുയ്സ വന്നേ പിന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ല. സാധാരണഗതിയിൽ മാൽദീവ്സിൻ്റെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആദ്യമായി മാൽദീവ്സ് വിസിറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. പക്ഷേ ഇത്തവണ അവരങ്ങനെ ഇന്ത്യയെ വിസിറ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് മാൽദീവ്സുമായി നമ്മൾ അത്യാവശ്യം തർക്കങ്ങൾ വന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അവിടെ നോക്കുന്നത് ന്യൂസ് പേപ്പറിലെ ഹെഡ്ലൈൻസ് ബ്രേക്ക് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ എക്സാമിനേഷൻസിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കവരത്തിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ ലക്ഷദ്വീപിൻ്റെ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് കേരള ഹൈക്കോർട്ടാണ് എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ടും അവിടെ ഓർത്തിരിക്കണം. നമ്മൾ മാൽദീവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇൻഡെക്സിൽ മാൽദീവ്സ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 58ാമത്തെ റാങ്കാണ് മാൽദീവ്സിന് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മാൽദീവ്സ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. മാൽദീവ്സിൻ്റെ പ്രസിഡൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇന്ത്യയുമായിട്ട് തർക്കത്തിൽ വന്ന ഒരു രാജ്യമാണ്. സോ മുഹമ്മദ് മുയ്സു ആണ് നമ്മളുടെ മാൽദീവ്സ് പ്രസിഡൻറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. മാൽദീവ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാലിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലേറ്റസ്റ്റ് ആയിട്ട് നീതി ആയോഗിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്തിരുന്നു. വികസിത് ഭാരത് 2047 എന്നാണ്
നരേന്ദ്രമോദി അതിന് പേര് നൽകിയത്. അതായത് 2047 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ എക്കണോമിക് സ്റ്റാറ്റസ് ആക്കും എന്നുള്ളതാണ് നമ്മളുടെ നരേന്ദ്രമോദിയുടെ വിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നമുക്കറിയാം GDPയുടെ ഫുൾ ഫോമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളത്. എക്സാമിനേഷന് ചോദിച്ച് കാണാറുള്ള എക്സ്പാൻഷൻസിൽ ഒന്നാണ് GDP എന്ന് പറയുന്നത്. അതായത് 2047 ആകുമ്പോഴേക്കും നമ്മളുടെ GDP എന്ന് പറയുന്നത് $30 ട്രില്യൺ ആക്കും എന്നുള്ള ലക്ഷ്യമാണ് നീതി ആയോഗ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ലക്ഷ്യമായിട്ട് നീതി ആയോഗിൻ്റെ CEO ലീഡർഷിപ്പിൽ നമ്മൾ 4 പ്രധാനപ്പെട്ട സിറ്റികളെ ട്രാൻസ്ഫോം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം നീതി ആയോഗിൻ്റെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യനാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യണം. അപ്പം നമ്മളുടെ CEO ആയ സുബ്രഹ്മണ്യൻ 4 സിറ്റികളെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതായത് ഏതൊക്കെയാണ് ഈ 4 സിറ്റികൾ എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സും ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നൊക്കെ അറിയപ്പെടുന്ന മുംബൈയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മറ്റൊന്ന് നമ്മളുടെ സൂററ്റാണ്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ലോകസഭാ മണ്ഡലമായ വാരണാസിയാണ്. ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നതും ഈ ഉത്തർപ്രദേശിലെ വാരണാസി തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മറ്റൊരു ടൗൺ എന്ന് പറയുന്നത് വിസാഖാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതായത് എക്സാമിനേഷന് ഈ 4 ടൗണുകൾ ഏതൊക്കെയാണ്, ഒരു ടൗണിൻ്റെ പേര് തന്നിട്ട് ഇതിൽ ഏതാണ് മിസ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യം നമ്മളോട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് 4 ടൗണുകളുടെ കാര്യം നമ്മൾ കൃത്യമായി നോക്കി വെക്കണം. നീതി ആയോഗിൻ്റെ CEO ആരാണ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു, സുനിൽ ബെറി. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നീട് നീതി ആയോഗിൻ്റെ ചെയർമാൻ എല്ലാ കാലഘട്ടത്തിലും പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നീതി ആയോഗിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം നോക്കണം. ഇനി നമ്മളുടെ ഇന്ത്യയുടെ പുതിയ ലക്ഷ്യമായ 2047 എത്ര ട്രില്യനാണ് നമ്മൾ GDP കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലൊന്നായ ഗുജറാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയറാണ്. നമുക്കറിയാം ഇന്ത്യയുടെ വെസ്റ്റേൺ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് ഗുജറാത്ത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമ്മളുടെ ഗുജറാത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സബ്മറൈൻ ടൂറിസം ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് നമ്മൾ ഏത് സ്ഥലത്താണ് ഈ സബ്മറൈൻ ടൂറിസം ലോഞ്ച് ചെയ്യാൻ ഗുജറാത്ത് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമ്മളോട് എക്സാമിനേഷന് ചോദിക്കും. അത് ദ്വാരകയിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഭൂപേന്ദ്ര പട്ടേലാണ്. ഗുജറാത്തിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ആചാര്യ ദേവ്രത്താണ്. ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാന്ധി നഗറാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ സബ്മറൈനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു സബ്മേഴ്സിബിൾ എന്ന് പറയുന്നൊരു വേർഡുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ടൈറ്റാനിക് കാണാൻ പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ടൈറ്റാൻ എന്ന് പറയുന്ന ഒരു സബ്മേഴ്സിബിൾ ഇംപ്ലോഡ് ചെയ്ത് പ്രധാനപ്പെട്ട ആളുകൾ മരിച്ചുപോയി എന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ ടൈറ്റാൻ എന്ന് പറയുന്നത് ഒരു സബ്മേഴ്സിബിൾ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തത് ഒരു സബ്മറൈനാണ്. ആൻഡ് പിന്നീട് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ത് ആക്ഷൻ പ്രകാരമാണ് ഈ ടൈറ്റാൻ എന്ന് പറയുന്ന സബ്മേഴ്സിബിൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അത് തകരാറിലായത് എന്നുള്ള കാര്യം കൂടി നോക്കുക. അതിന് ഉള്ള പേര് എന്ന് പറയുന്നത് ഇംപ്ലോഡഡ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഈ ഇംപ്ലോഡഡ് എന്ന് പറയുന്നത് എക്സ്പ്ലോഡഡിൻ്റെ അനണിമാണ്. അനണിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് സെഷനിൽ പഠിക്കുന്നതാണ്, ഓപ്പോസിറ്റാണ്. അതായത് എക്സ്പ്ലോഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് പൊട്ടിത്തെറിക്കുന്നതിനെയാണ് എക്സ്പ്ലോഡഡ് എന്ന് പറയുന്നത്. ഇംപ്ലോഡഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, അതായത് നമ്മുടെ സമുദ്രത്തിലെ പ്രഷർ താങ്ങാനാകാതെയാണ് ഇത് അകത്തേക്ക് ഇംപ്ലോഡ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഈ ടൈറ്റാൻ ഏത് കമ്പനിയുടേതാണ് എന്ന് ചോദിക്കും. ഓഷ്യൻ ഗേറ്റിൻ്റെയാണ് ഈ ടൈറ്റാൻ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതീയ ന്യായ സെക്കൻഡ് സംഹിത ബിൽ. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് ഈ ഭാരതീയ ന്യായ സംഹിത ബിൽ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡ് IPCനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ഈ ഭാരതീയ ന്യായ സംഹിത ബിൽ. ഇത് ഇന്ത്യയിലെ ഒരു നിയമം പാസ്സാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇവർ 3 പേരും അടങ്ങുന്നതാണ്.
ഒന്നുകിൽ നമുക്ക് ലോകസഭയിലോ അല്ലെങ്കിൽ ഒരു രാജ്യസഭയിലോ നമുക്ക് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോകസഭ പാസ്സാക്കിയതിന് ശേഷം അത് രാജ്യസഭയും കൂടി പാസ്സാക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ഒപ്പിടുമ്പോഴാണ് അത് ഒരു നിയമമാകുന്നത്. അതുപോലെ തന്നെ രാജ്യസഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ രാജ്യസഭ പാസ്സാക്കിയതിന് ശേഷം ലോകസഭ പിന്നീട് പാസ്സാക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ഒപ്പിടുന്നതോടെയാണ് ഒരു ബില്ല് നിയമമാകുന്നത്. ഇനി മണി ബില്ല് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് സാധാരണഗതിയിൽ എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. മണി ബില്ലിന് മാത്രം ലോകസഭയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ. ബാക്കിയുള്ള എല്ലാ ബില്ലുകളും നമുക്ക് ഒന്നുകിൽ ലോകസഭയിൽ അവതരിപ്പിക്കാം, അതല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം. മണി ബില്ലിൻ്റെ പ്രത്യേകത ലോകസഭയിൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്ത്യൻ പീനൽ കോഡിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഭാരതീയ ന്യായ സംഹിത ബില്ല് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോകസഭയിലാണ്. ഇതിൻ്റെ ഡേറ്റ് വളരെ പ്രധാനമാണ്. അതായത് ലോകസഭയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2023 ഡിസംബർ 20-നാണ്. ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്ട്രിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത് ഷായാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ലോകസഭയിൽ 20 ഡിസംബർ 2023 പാസ്സാക്കിയ ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് തൊട്ടടുത്ത ദിവസമായ ഡിസംബർ 21 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഡിസംബർ 25, 2023 ഇന്ത്യയുടെ പ്രസിഡന്റ് ഈ ബില്ലിന് ഒപ്പുവെച്ചു എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അവാർഡ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് അസസ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്, CAFI. ഇത്തവണത്തെ ക്ലൈമറ്റ് അസസ്മെൻറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഫെഡറൽ ബാങ്കിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഈ അവാർഡ് ഓർഗനൈസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ്. നമ്മളുടെ എക്സാമിനേഷന് സാധാരണ ചോദിക്കാറുള്ളത് അവാർഡ് ആരാണ് നൽകുന്നത്, ആർക്കാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് ഈ അവാർഡ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് കിട്ടിയത് നമ്മളുടെ ഫെഡറൽ ബാങ്കിനാണ്. ഈ ഫെഡറൽ ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് ശ്യാം ശ്രീനിവാസനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ആലുവയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ഈ 2023 ബെസ്റ്റ് OD പ്ലെയറായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഫുട്ബോളിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ബാലൻറ്റീൻ അവാർഡ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ സ്പോർട്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സാംസിന് ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി നോക്കണം. ഇത്തവണത്തെ 2023 ബെസ്റ്റ് OD പ്ലെയറായിട്ട് നമ്മളുടെ ICC തീരുമാനിച്ചിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ താരമായ വിരാട് കോഹ്ലിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതിനു മുമ്പ് 2012, 2017, 2018 ഈ ICCയുടെ ബെസ്റ്റ് താരമായിട്ട് നമ്മളുടെ വിരാട് കോഹ്ലിയെ തിരഞ്ഞെടുത്തു. നമുക്കറിയാം ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. ICCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഗ്രെഗ് ബാർക്ലേ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാറ്റിക് GKയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സ്പോർട്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന വിഭാഗം എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് കപ്പിൻ്റെ പേര് തന്നിട്ട് ഇത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ പ്രധാനമായിട്ട് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു കപ്പാണ് രഞ്ജി ട്രോഫി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ ഇന്ത്യൻ പ്രീമിയർ ലീഗും നമ്മളുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 2023 സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത പ്രധാനമന്ത്രി വിശ്വകർമ്മ സ്കീമുമായി ബന്ധപ്പെട്ടതാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയിലെ ക്രാഫ്റ്റ് പീപ്പിൾ, ആർട്ടിഷൻസിന് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ലോഞ്ച് ചെയ്തത്. നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ആദ്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്ത യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീർ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തം 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് ഉള്ളത്. നമ്മളുടെ കശ്മീരിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്നത് മനോജ് സിൻഹയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ നമ്മളുടെ കാശ്മീരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശ്രീനഗറും ജമ്മുവുമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറികൾ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുകൾ നേരിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ 8 യൂണിയൻ ടെറിട്ടറികൾക്ക് 3 യൂണിയൻ ടെറിട്ടറികൾക്ക് ലെജിസ്ലേറ്റീവ് പവറുണ്ട്.
അതായത് ഇവർക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ലെജിസ്ലേറ്റീവ് ഓഫീസും അവിടെ ചീഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്. എന്നാൽ ഈ മൂന്നെണ്ണത്തിൽ നിലവിലെ സാഹചര്യത്തിൽ രണ്ടെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഒന്ന് നമ്മളുടെ ഡൽഹിയും പുതുച്ചേരിയുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ മൂന്നാമത്തെ സ്റ്റാറ്റസ് ഉള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത നമ്മളുടെ കശ്മീരാണ്. കശ്മീരിൽ ഈ തവണ തിരഞ്ഞെടുപ്പ് വേണം എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യയിലെ 8 യൂണിയൻ ടെറിട്ടറികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം നമ്മളുടെ യൂണിയൻ ടെറിട്ടറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ ടെറിട്ടറിയാണ് ലഡാക്ക്. ലഡാക്കിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലേ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പിന്നീട് നമ്മളുടെ രണ്ടാമത് വരുന്ന യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് കശ്മീരാണ്. കശ്മീരിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കശ്മീരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജമ്മുവും ശ്രീനഗറുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നമുക്ക് പ്രധാനമായിട്ടും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ ഒരു വോൾക്കാനിക് ഉള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ ബാരനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിലെ അഗ്നിപർവ്വതമുള്ള ഏക സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ ബാരൻ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയറിലെ എയർപോർട്ട് നമ്മളെ സ്റ്റാറ്റിക് ജി കെയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം സ്റ്റാറ്റിക് ജി കെയിൽ പ്രധാനമായും ചോദിക്കുന്ന ഒന്നാണ് എയർപോർട്ട്, നാഷണൽ പാർക്കുകൾ എന്നൊക്കെ ഉള്ളത്. അതിൽ എയർപോർട്ട് എന്ന് പറയുന്നത് VD സവർക്കർ എയർപോർട്ടാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ആൻഡമാൻ്റെ ക്യാപിറ്റലായ പോർട്ട് ബ്ലെയറിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന് നമ്മളുടെ ഡൽഹിയാണ്. ഡൽഹിയുടെ പ്രത്യേകത, ഡൽഹി പൂർണ്ണമായൊരു സ്റ്റേറ്റ് അല്ല. അതായത് ഡൽഹി ഇന്ത്യയിൽ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. ഡൽഹിയുടെ ക്യാപിറ്റൽ ഡൽഹി തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ലക്ഷദ്വീപിനെ കുറിച്ച് നമ്മൾ ഈ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കവരത്തിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ദാദ്ര നാഗർ ഹവേലി ഡാം ആൻഡ് ഡ്യൂ ഒരുമിച്ചാക്കി ഈ ദാദ്ര നാഗർ ഹവേലി ഡാം ആൻഡ് ഡ്യൂ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറികളെ പണ്ട് 2 എണ്ണമായിരുന്നു, ഇപ്പോൾ 1 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ പുതുച്ചേരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ 3 സ്റ്റേറ്റുകളിലായിട്ടാണ് ഈ പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 8ാമത്തെ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ചണ്ഡീഗഡാണ്. അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെക്സ് എന്ന് പറയുന്നത് അവതാർ ഗ്രൂപ്പ്സിൻ്റെ ടോപ്പ് സിറ്റീസ് ഫോർ വിമൻ ഇൻ ഇന്ത്യ 2023 പ്രകാരം ഏറ്റവും സേഫായിട്ട് ഇന്ത്യൻ വിമന് ഉള്ള ബെസ്റ്റ് സിറ്റി എന്ന് പറയുന്ന പദവി കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ചെന്നൈക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം നമ്മളുടെ തമിഴ്നാടിൻ്റെ ക്യാപിറ്റലാണ് ചെന്നൈ. തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് HEMS. നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ ഈ HEMS സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഉത്തരാഖണ്ഡിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ഋഷികേശിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളത്. സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഉത്തരാഖണ്ഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് നിയമം പാസ്സാക്കിയത് ഉത്തരാഖണ്ഡാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പുഷ്കർ സിംഗ് ധമിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഉത്തരാഖണ്ഡിൻ്റെ ഗവർണർ ഗുർമീത് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഡെറാഡൂണാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മിസ് യൂണിവേഴ്സ് 2023യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർ ആണ്. നമുക്കറിയാം ഇത്തവണത്തെ മിസ് യൂണിവേഴ്സ് 2023 72ാമത്തെ മിസ് യൂണിവേഴ്സ് ആയിരുന്നു. എൽ സാൽവഡോറിൽ വെച്ചായിരുന്നു ഇത്തവണത്തെ മിസ് യൂണിവേഴ്സ് കോമ്പറ്റീഷൻ നടന്നത്. ഇതിൽ ടൈറ്റിൽ സ്ഥാനം കിട്ടിയിരിക്കുന്നത് നിക്കാഗരയുടെ ഷെയ്നിസ് പാൽസിയോസിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇവർ പരാജയപ്പെടുത്തിയത് നമ്മളുടെ ഇന്ത്യക്കാരിയായ ശ്വേത ശർദയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ ഒരു ഓതറൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മളുടെ റേസർ പ്രൈക്കും ക്യാഷ് ഫ്രീക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ് ആയിട്ട് ഉള്ള അംഗീകാരം നൽകി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ റേസർ പേയുടെ CEO എന്ന് പറയുന്നത് ഹർഷിൽ മാത്തൂർ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ നമ്മളുടെ ക്യാഷ് ഫ്രീയുടെ CEO എന്ന് പറയുന്നത് ആകാശ് സിംഹയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ബാങ്കിങ് ടോപ്പിക്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മളുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സെഞ്ചറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു.
അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഡേറ്റ ലേക്ക് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ആക്സെഞ്ചറുമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 1919 ഈ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയ മുംബൈ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CEO എന്ന് പറയുന്നത് മണിമേഖലയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മിലിറ്ററി എക്സർസൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളുടെ എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് മിലിറ്ററി എക്സർസൈസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയും മറ്റൊരു രാജ്യവുമായി സംയുക്തമായിട്ട് നടത്തുന്ന മിലിറ്ററി എക്സർസൈസുകളിൽ എന്തായിരുന്നു അതിന് നമ്മൾ നൽകിയ പേര്, ഏത് രാജ്യമായിരുന്നു പങ്കെടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് കഴിഞ്ഞ ഇൻ്റർനാഷണൽ സെഷൻസിലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഈ മാസവും കഴിഞ്ഞ മാസവും ആണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഡിസംബറിൽ അവസാനം നടന്ന ഒരു മിലിറ്ററി എക്സർസൈസായ വിൻബാക്സ് 2023 കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയും വിയറ്റ്നാമുമായിട്ടാണ് ഈ മിലിറ്ററി എക്സർസൈസ് നടന്നത്. നമുക്കറിയാം നമ്മളുടെ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹനോയ് ആണ്. വിയറ്റ്നാമിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഡോങ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വോ വാൻ തുവോങ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. നമുക്കറിയാം ഇന്ത്യൻ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ആർമി ഡേ എന്നാണ് എന്നുള്ളത്. ആർമി ഡേ എന്ന് പറയുന്നത് ജാനുവരി 15 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ എയർഫോഴ്സിൻ്റെ ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 8 നേവിയുടെ ഡേ ഡിസംബർ 4 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി സുപ്രീം ചീഫ് കമാൻഡർ ഓഫ് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ ആയ ഇന്ത്യൻ പ്രസിഡൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BBG ഫൗണ്ടേഷന് തെലങ്കാനയുടെ ബിസിനസ് അവാർഡ് കിട്ടി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം തെലങ്കാന ബിസിനസ് അവാർഡ് BBG ഫൗണ്ടേഷന് കിട്ടാനുള്ള കാരണമെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ഗേൾ ചൈൽഡ് എംപവർമെൻറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ BBG ഫൗണ്ടേഷന് ഈ അവാർഡ് നൽകുന്നത്. തെലങ്കാനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൈദരാബാദാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ BBG ഫൗണ്ടേഷൻ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. 2019 മല്ലികാർജുന റെഡ്ഡിയാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ പ്രധാനമായിട്ടും നമ്മൾ തെലങ്കാനയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രേവന്ത് റെഡ്ഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ദക്ഷിണ ഇന്ത്യയിൽ നമ്മൾ ഈ കോസ്റ്റൽ ലൈൻ ഇല്ലാത്ത ഏക സ്റ്റേറ്റ് കൂടിയാണ് തെലങ്കാന എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. തെലങ്കാനയുടെ ഗവർണർ എന്ന് പറയുന്നത് തമിലൈസൈ സുന്ദരരാജനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി രൂപീകരിച്ച സംസ്ഥാനവും നമ്മളുടെ തെലങ്കാന തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ നമ്മളുടെ ഗേൾ ചൈൽഡ് ഡേ, നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ജാനുവരി 24 നമ്മൾ അത് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ എക്സാമിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡേറ്റ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു പാറ്റേൺ ആണ്. നമുക്കറിയാം എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു ബുക്ക് തന്നിട്ട് നമ്മളോട് അത് ഏത് ഓതറാണ് എന്നുള്ള കാര്യം ചോദിക്കും. അതോടുകൂടി നമ്മൾ ഇത്തവണത്തെ ബുക്കർ പ്രൈസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പുസ്തകം എന്ന് പറയുന്നത് പ്രോഫറ്റ് സോങ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഐറിഷ് ഓതറായ പോൾ ലിഞ്ചിൻ്റെ ബുക്കാണ് ഈ പ്രോഫറ്റ് സോങ്. ഇത്തവണത്തെ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ പ്രോഫറ്റ് സോങ്ങിനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആദ്യത്തെ സെൽഫ് മെയ്ഡ് എയർക്രാഫ്റ്റ് സീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് സെൽഫ് മെയ്ഡ് എയർക്രാഫ്റ്റ് സീറ്റ് അൺവെയിൽ ചെയ്തത് വിങ്സ് ഇന്ത്യ 24 ഇത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായ ടൈം ടൂത്ത് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 89ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം നമ്മളുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺ ഹെയ്മറാണ് ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത്. ഏറ്റവും മികച്ച ഡയറക്ടർ ആയതും ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതിലെ ആക്ടർ തന്നെയാണ് ഗോൾഡൻ ഗ്ലോബിൽ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തതും നമ്മളുടെ
ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ഓപ്പൺഹെയ്മറിൻ്റെ ആക്ടറായ കിലിയൻ മുർഫിയാണ് ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. മൊത്തം 5 അവാർഡാണ് നമ്മളുടെ ഓപ്പൺഹൈമർ സിനിമയ്ക്ക് കിട്ടിയത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി എഡു ഗാർനറ്റിൻ്റെ SBI മെയിൻസ് കറണ്ട് അഫയർ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.